ബാലതാരമായെത്തി പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായി മാറിയ ഒട്ടനവധി പേരുണ്ട്. പ്രത്യേകിച്ച് മലയാളത്തിൽ കുട്ടിക്കാലം മുതൽ അഭിനയ മികവ് കൊണ്ട് ജനശ്രദ്ധ നേടിയ ഇവർ ഒരു ഘട്ടം കഴിയുമ്പോൾ സിനിമയിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. എന്നാൽ വീണ്ടും അവർ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ ആ പഴയ ബാലതാരം തന്നെയാണോ എന്ന് ചോദിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് മാറിയിരിക്കും. അത്തരത്തിലൊരു താരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ബോളിവുഡ് താരങ്ങളെ പോലെ തോന്നിക്കുന്ന തരത്തിലാണ് ഈ താരത്തിൻ്റെ ഗെറ്റപ്പ്. പോണി ടെയിൽ കെട്ടി ജെന്റിൽമാൻ ലുക്കിലാണ് താരത്തിൻ്റെ എൻട്രി. ആരും നോക്കി നിന്നു പോകുന്ന ലുക്കിലെത്തിയത് മറ്റാരുമല്ല, സനൂപ് സന്തോഷാണ്. ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ എന്ന ചിത്രത്തിലൂടെ മലയാളികൾ ഏറ്റെടുത്ത ആ കൊച്ചു പയ്യനാണോ ഇതെന്നാണ് പലരും ചോദിക്കുന്നത്. രമ്യ നമ്പീശിൻ്റെ സഹോദരൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സനൂപ്. 2013 പുറത്തിറങ്ങിയ ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെൻ എന്ന ചിത്രത്തിലൂടെയാണ് സനൂപ് വെള്ളിത്തിരയിൽ എത്തുന്നത്. അതിനു മുൻപ് തന്നെ സനൂപ് മലയാളികൾക്ക് സുപരിചിതനായിരുന്നു, നടി സനുഷയുടെ സഹോദരൻ എന്ന നിലയിൽ. മങ്കി പെന്നിൽ റയാൻ ഫിലിപ്പ് എന്ന കഥാപാത്രത്തെയാണ് സനൂപ് അവതരിപ്പിച്ചത്. ഈ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇതിലൂടെ മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, കേരള ഫിലിം ക്രിട്ടിക്സ്, ഏഷ്യാവിഷൻ അവാർഡ്, വനിതാ ഫിലിം അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ സനൂപിനെ തേടിയെത്തി. ധ്യാൻ ശ്രീനിവാസൻ നായക കഥാപാത്രത്തിലെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ്. റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം ജൂൺ 21 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തിൽ നടക്കാവുന്ന വാക്കുതർക്കവും അടിപിടിയിൽ നിന്നുമാണ് കഥയുടെ ആരംഭം എന്ന തരത്തിലാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ എത്തിയിരിക്കുന്നത്. ആക്ഷനും പ്രണയവും നാട്ടിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉൾപ്പെടുന്നതാകും ചിത്രമെന്നും ട്രെയിലറിൽ നിന്നും വ്യക്തമാണ്. മൈന ക്രിയേഷൻസിൻ്റെ ബാനറിൽ KN ശിവൻകുട്ടി കഥയെഴുതി ജസ്വാൽ ഷൺമുഖനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസനും ഗായത്രി അശോകനും നായകന്മാരായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് വിജു രാമചന്ദ്രനാണ്. അപ്പാനി ശരത്, ശ്രീകാന്ത് മുരളി, ജോയ് മാത്യു, ചെമ്പിൽ അശോകൻ, ശിവൻകുട്ടൻ, ഗൗരി നന്ദ, പാഷാണം ഷാജി, നിർമ്മൽ പാലാഴി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ അവസാന ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ചിത്രം. ഹാസ്യത്തിനും പാട്ടുകൾക്കും ഏറെ പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. രമേശ് പണിക്കറാണ് സഹനിർമ്മാതാവ്. താരസംഘടനയായ അമ്മയുടെ നീണ്ടകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നതോടെ ആ സ്ഥാനത്തേക്ക് കടുത്ത മത്സരമാണ് നടക്കുന്നത്. സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. സിദ്ദിഖിനാണ് ഔദ്യോഗിക പക്ഷത്തിൻ്റെ പിന്തുണയുള്ളത്. നിലവിൽ സംഘടനയുടെ ഖജാൻജിയാണ് അദ്ദേഹം. അതേസമയം 4 തവണ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു കുക്കു പരമേശ്വരൻ. ഉണ്ണി ശിവപാൽ 2018 മുതൽ 2021 കാലത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ആയിരുന്നു. കുക്കു പരമേശ്വരൻ, അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല എന്നിവർ നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയിരുന്നു. എന്നാൽ മോഹൻലാൽ വന്നതോടെ പിന്മാറുകയായിരുന്നു. ഇതോടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവായി. 2 വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, മഞ്ജുപിള്ള, ജയൻ ചേർത്തല എന്നിവരാണ് മത്സരിക്കുന്നത്. ആദ്യമായാണ് ജയൻ ചേർത്തല മത്സര രംഗത്തിറങ്ങുന്നത്. അനൂപ് ചന്ദ്രൻ, ബാബുരാജ് എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർ. ട്രഷറർ പദവിയിലേക്ക് എതിരില്ലാതെ നടൻ ഉണ്ണി മുകുന്ദൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 12 പേർ മത്സര രംഗത്തുണ്ട്. ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ ഷാജോൺ, സുരേഷ് കൃഷ്ണ, രമേശ് പിഷാരടി, ടിനി ടോം, അൻസിബ ഹസൻ, അനന്യ, സരയു മോഹൻ, ജോയ് മാത്യു, ഡോക്ടർ റോണി ഡേവിഡ്, വിനു മോഹൻ എന്നിവരാണവർ. സോഷ്യൽ മീഡിയ താരങ്ങളായ സിജു സണ്ണി, സാഫ് ബോയ്, ജോമോ ജ്യോതിർ, ഹാഷിർ, അലൻ, വിനായക്, അജിൻ ജോയ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ജയ 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 ഹേ, ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധായകൻ വിപിൻ ദാസ് തിരക്കഥയൊരുക്കുന്ന ചിത്രം കൂടിയാണ് ഇത്. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റ് 2 റിലീസിനെത്തുന്നത്. WBTS പ്രൊഡക്ഷൻസ്, ഇമാജിൻ സിനിമാസ്, ഐക്കൺ സ്റ്റുഡിയോസ്, സിഗ്നേച്ചർ സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ വിപിൻ ദാസ്, ഹാരിസ് ദേശം, PB അനീഷ്, ആദർശ് നാരായൺ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഗൗതമന്റെ രഥത്തിന് ശേഷം ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണ് വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്.
ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ വേറിട്ടു നിൽക്കുന്ന താരമാണ് ധനുഷ്. ഒന്നിനൊന്ന് വ്യത്യസ്തമായ ജോണറിലും പ്രമേയത്തിലുമുള്ള സിനിമകളാണ് ധനുഷ് തിരഞ്ഞെടുക്കാറുള്ളത്. അതിനാൽ ധനുഷ് നായകനാകുന്ന ഓരോ സിനിമയുടെ അപ്ഡേറ്റും ചർച്ചയാകാറുമുണ്ട്. പോർത്തൊഴിലിലൂടെ ശ്രദ്ധയാകർഷിച്ച യുവ സംവിധായകൻ വിഘ്നേഷ് രാജയുടെ പുതിയൊരു ചിത്രത്തിൽ ധനുഷ് നായകനാകുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട്. ശരത് കുമാറും അശോക് സെൽവനും കഥാപാത്രങ്ങളായ പോർത്തൊഴിൽ ഹിറ്റായി മാറിയിരുന്നു. പോർത്തൊഴിൽ ഒരു ത്രില്ലർ ചിത്രമായിട്ടായിരുന്നു പ്രദർശനത്തിനെത്തിയിരുന്നത്. ധനുഷ് നായകനായി എത്തുന്ന പുതിയ ചിത്രം രായനാണ്. സംവിധായകനായും നടനായും ധനുഷ് എത്തുന്ന ചിത്രം രായനിൽ വൻ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത്. അപർണ ബാലമുരളി രായൻ സിനിമയിലെ തൻ്റെ ലുക്ക് പുറത്തുവിട്ടത് ആരാധകരുടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. മലയാളത്തിൽ നിന്ന് അപർണയ്ക്ക് പുറമെ ചിത്രത്തിൽ നിത്യ മേനോൻ, കാളിദാസ് ജയറാം എന്നിവരും എത്തുമ്പോൾ ധനുഷ് സംവിധായകനായ രായനിൽ മറ്റ് പ്രധാന താരങ്ങളായി എത്തുന്നത് സുന്ദീപ് കിഷൻ, വരലക്ഷ്മി ശരത് കുമാർ, ദുഷ്ര വിജയൻ, SJ സൂര്യ, പ്രകാശ് രാജ്, സെൽവ രാഘവൻ എന്നിവരാണ്. ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഓം പ്രകാശാണ്. സംഗീതമൊരുക്കിയിരിക്കുന്നത് AR റഹ്മാനും. സൺ പിക്ചേഴ്സാണ് നിർമ്മാണം. എന്താണ് പ്രമേയം എന്നത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ചിത്രത്തിന്റെ റിലീസ് 2024 തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ.